എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കുട്ടികൾക്കും ചെറുപ്പക്കാർക്കും യുവാക്കൾക്കും, ചെറുപ്പക്കാരും യുവാക്കളും എല്ലാവരും ഒന്നാണ്. എന്നാലും ഒരു 30 വയസ്സ് താഴെയുള്ള എല്ലാവർക്കും നഷ്ടപ്പെട്ടു പോയ ഒരു കാര്യമാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. ഈ സ്ഥലത്ത് ഞങ്ങളുടെ ഇവിടെ തെലങ്കാനയിൽ എല്ലാ സ്ഥലത്തും ഇതുപോലെ ഗ്രൗണ്ട് ഇഷ്ടത്തിന് അഗ്രികൾച്ചർ ലാൻഡുണ്ട്. അഗ്രികൾച്ചർ ലാൻഡ് ഒത്തിരി ഉള്ളതുകൊണ്ട് ഇവിടെ ഗ്രൗണ്ട്സ് ഇഷ്ടത്തിനുണ്ട്. ഇവിടെ കുഞ്ഞു പിള്ളേർ തൊട്ട് ഒരു 50 വയസ്സുള്ള ആളുകൾ വരെ എല്ലാവരും ഇവിടുത്തെ ഗ്രൗണ്ടിൽ വരും. രാവിലെ ആണേലും വൈകുന്നേരമാണേലും അവർ ക്രിക്കറ്റ്, വോളിബോൾ, ഫുട്ബോൾ ഇങ്ങനത്തെ എല്ലാ ഗെയിംസിലും എൻഗേജ്ഡ് ആണ്. ഇപ്പോൾ ഒരു സിറ്റി ലൈഫ് ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും നഷ്ടപ്പെട്ടൊരു കാര്യമാണ്. നമ്മളൊരു കുട്ടികളെ ഇപ്പോഴും മജോറിറ്റി ഓഫ് ദി ആളുകളും കുട്ടികളെ ബ്രോയിലർ കോഴിയെ വളർത്തുന്ന പോലെ കുട്ടികളെ എല്ലാവരും വീട്ടിലിട്ട് അടച്ച് വളർത്തുന്നു. അവരുടെ ശാരീരികമായും എല്ലാം അവർക്ക് സ്ട്രെങ്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇവരുടെ എല്ലാം നല്ല പിള്ളേരുടെ ഫിസിക്കലായിട്ടുള്ള വളരെ ശരീരത്തിന് വളരെ പ്രയോജനപരമായ ഒരു കാര്യമാണ് ഇവർ ഈ എക്സസൈസ് എന്ന് പറയുന്നത്, കളിക്കുക. അതിനുള്ള സൗകര്യങ്ങൾ ഇവിടെ എല്ലായിടത്തും ഉണ്ട്. ഈ തെലങ്കാനയിൽ എല്ലായിടത്തും ഉണ്ട്. നോക്കൂ, ഇവിടെ ഇപ്പം ക്രിക്കറ്റ് കളിയാണ്. എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ഞാൻ വന്നതാണ്. ഇവരെല്ലാവരും ഒരു 25 തൊട്ട് 35 വയസ്സ് പ്രായമുള്ളവരാണ്. ഇവരെല്ലാവരോടും ക്രിക്കറ്റ് കളിക്കുവാണ്. രാവിലെ വൈകിട്ട് ഇവിടെ ടീംസ് ഉണ്ട്. അവർ നല്ലതായിട്ട് വലിയ ടീം ക്രിയേറ്റ് ചെയ്ത് അത് വെച്ച് അത് ടൂർണമെൻറ്റ് നടത്താറുണ്ട്. അപ്പം നമ്മുടെ കേരളത്തിലും നമ്മുടെ കേരളത്തിലും സിറ്റിയിലാണ് മെയിനായിട്ടുള്ളത്. കുട്ടികൾക്ക് ഇതിന് കളിക്കാനുള്ള യാതൊരു സൗകര്യങ്ങളും അതുങ്ങൾക്കില്ല. അതുങ്ങൾ വളരെ വീക്കായി പോവുകയാണ്. കുട്ടികൾ ഒരു പ്രതികൂല കാലാവസ്ഥ വന്നാൽ പോലും അതിനെ തരണം ചെയ്യാൻ കുട്ടികൾക്ക് കഴിയുന്നില്ല. ഇതൊക്കെയാണെങ്കിൽ അവർ വെയിലത്ത് ഇപ്പോൾ ഏകദേശം 9 o'clock ആയി. ഇവിടെ നല്ലതായിട്ട് വെയിൽ സ്റ്റാർട്ടായിട്ടുണ്ട്. ഈ വെയിലത്ത് നിന്നാണ് എല്ലാവരും കളിക്കുന്നത്. ഞങ്ങളൊക്കെ ഇച്ചിരി തണലത്തോട്ട് മാറിയിരിക്കുവാണ്. അപ്പോൾ അതുപോലെ വൈകുന്നേരം ഇവർ വരുന്നുണ്ട്. ഇവരെല്ലാവരും ഇതുപോലെ ധാരാളം ഗ്രൗണ്ടുണ്ട് ഞങ്ങളുടെ സ്ഥലത്ത്, ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത്. ഇവരെല്ലാം വന്ന് കളിക്കുന്നുണ്ട്. വളരെ അതുപോലെ കരാട്ട പഠിപ്പിക്കുന്നുണ്ട് പിള്ളേർ. ഇതെല്ലാം വളരെ നല്ലൊരു കാര്യമാണ് ഇവിടെ കാണുന്നത്. കാരണം ഇത് സിറ്റിയിൽ വളരുന്ന പിള്ളേർക്കും ഈ പുതിയ ജനറേഷനിലെ പിള്ളേർക്ക് ഇതെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെയൊക്കെ കാലത്ത്, എൻ്റെയൊക്കെ പ്രായത്തിലാണെങ്കിൽ കേരളത്തിലൊക്കെ ഞങ്ങൾ വളർന്ന സ്ഥലത്തൊക്കെ അവിടെ ഇഷ്ടത്തിന് ഗ്രൗണ്ടും ഉണ്ടായിരുന്നു. പിള്ളേർക്ക് എല്ലാവർക്കും പോയി കളിക്കാനുള്ള സൗകര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതുമില്ല. ഇപ്പോൾ എല്ലാവരും അവരവരുടെ പറമ്പ് മതിൽ കെട്ടി അടച്ചത് കാരണം കുട്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കളിക്കാനും അതിനുള്ള ഗ്രൗണ്ടും സൗകര്യങ്ങളും ഒന്നുമില്ല. കുട്ടികളെല്ലാം അവരവരുടെ വീട്ടിൽ മാത്രം ഒതുങ്ങി ടിവിയിലും മൊബൈലിലും മാത്രമായിട്ട് കേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ പൊതുവെ സിറ്റിയിൽ കാണുന്നത്. പക്ഷേ ആ സിസ്റ്റം മാറ്റിയിട്ട് കുട്ടികളെ നമ്മൾ വളരെ ഇവരായിട്ട് ഫിസിക്കൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി അവരുടെ അത് മെൻ്റലി അവർക്ക് വളരെ നല്ല കാര്യമാണ്. പിള്ളേരുടെ ഫിസിക്കലായിട്ടും മെൻ്റലായിട്ടും ഡെവലപ്മെൻ്റ് ആകുന്നതിനുള്ള കാര്യമാണ് പിള്ളേരെ കളിക്കുന്നതിന് വേണ്ടി വിടുന്നതാണ്. നമ്മൾ ഓരോ പേരൻസും നമ്മുടെ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ഇതുപോലുള്ള എന്തെങ്കിലും കാര്യത്തിലൊക്കെ എൻഗേജ് ആക്കിയിരിക്കണം കുട്ടികളെ. ഇല്ലെങ്കിൽ കുട്ടികൾ വഴിതെറ്റിപ്പോകുന്ന ഈ മൊബൈലിലും ടി വിയിലും ഒക്കെ നോക്കിയിട്ട് അതിൽ കാണുന്ന രീതിയിലോട്ടൊക്കെ കുട്ടികളെല്ലാം വളരെ വഴിതെറ്റിപ്പോകുന്ന ഒരു പ്രവണതയാണ് നമ്മൾ സിറ്റി ലൈഫിൽ കണ്ടിരിക്കുന്നത്. പക്ഷേ വില്ലേജ് ലൈഫിൽ വളരെ നല്ലതാണ്. 99% കുട്ടികളും വില്ലേജിലുള്ള പിള്ളേരൊക്കെ അവർ വളർന്ന വലിയ വലിയ ഉദ്യോഗത്തിലൊന്നും പ്രവേശിക്കുന്നില്ലെങ്കിലും വലിയ പൊസിഷനിൽ എത്തുന്നില്ലെങ്കിലും അവർ നല്ലൊരു വേ ഓഫ് ലൈഫാണ് അവർക്കുള്ളത്. അവർ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആരോഗ്യമുണ്ട്. അവർ നല്ലൊരു ജീവിത രീതിയാണ് ഫോളോ ചെയ്യുന്നതും ഒക്കെ വില്ലേജിലുള്ള കുട്ടികൾ. കാര്യം അവർ ഈ അഴുക്കായ മെത്തേഡിലോട്ട് അവർ പോകുന്നില്ല, അത് കാരണം. പക്ഷേ നമ്മൾ സിറ്റിയിൽ വളരുന്ന കുട്ടികൾ അവർ മൊത്തം വീട്ടിൽ സിനിമ, മൊബൈൽ, ടി വി ഇത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് കുട്ടികൾ അവരുടെ ബ്രെയിനും വളരെ ഡെവലപ്പ് ആകാതെ കുട്ടികളും വളരെ വല്ലാത്തൊരു വീക്കായ ഒരു അവസ്ഥയിലോട്ട് മാറുകയാണ്. അതിന് മാറ്റം ഉണ്ടാകണം. ഇതൊക്കെ നമുക്കൊരു വളരെ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. ഇത്രയും വിശാലമായ ഇത് നോക്കി ഏകദേശം ഒരു 10 ഏക്കറോളം പറമ്പ് കാണും ഇവിടെ എല്ലാം. ഇതിങ്ങനെ പിള്ളേർക്ക് കളിക്കാനായിട്ടുള്ളൊരു സംഭവമാണ്. അതുപോലെ ഇവിടുത്തെ ഗവൺമെൻറ്റും ഇവിടുത്തെ ഓരോ മണ്ഡലമുണ്ടല്ലോ, നമ്മുടെ നാട്ടിൽ ആ മണ്ഡലത്തിലടുത്ത ആരാണ് കൗൺസിലറാണേലും സർപഞ്ചാണേലും അവരെല്ലാം ചേർന്ന് ഇവർക്ക് ഫിസിക്കൽ ട്രെയിനിങ്ങിന് അവർക്ക് കളിക്കുന്നതിന് വേണ്ടിയുള്ള ഗ്രൗണ്ടിൻ്റെ ഒരു സംവിധാനം അവർ ഗവൺമെൻറ് സൈഡിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കുന്നുമുണ്ട്. അതുപോലെ പാർക്കുകൾ ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇതൊന്നും വലുതായിട്ട് നമ്മൾ ഒരു സിറ്റി ലൈഫിൽ കാണുന്നില്ല. നമ്മുടെ കുട്ടികളെ സിറ്റിയിൽ വളരുന്ന കുട്ടികളുടെ പേരൻസ് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പോഴും ഞാൻ നോക്കിയിട്ട് സിറ്റിയിലൊക്കെ കുട്ടികൾ ഗ്രൗണ്ടിൽ കളിക്കാൻ പോകണമെങ്കിൽ അവിടെ ഗ്രൗണ്ടുണ്ട്, നെറ്റ് ഗ്രൗണ്ടുണ്ട്. ഒരു മണിക്കൂറിന് 300 രൂപ പൈസ കൊടുത്താണ് ഇതുങ്ങളൊക്കെ ഒരു മണിക്കൂറത്തേക്കൊന്ന് കളിക്കാനോ ഒക്കെ പോകുന്നത്. അത് മാറിയിരിക്കണം. അത് മാറിയിട്ട് കുഞ്ഞുങ്ങളാണ് അവർ, നാളത്തെ തലമുറയാണ്. അവരൊരു നല്ല ബലമായിട്ടുള്ള കുട്ടികൾ
കുട്ടികൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും സ്ട്രോങ് ആയിട്ടുള്ള പിള്ളേരായിട്ട് വളരണമെങ്കിൽ അവർ ചെറുപ്പം മുതലേ ഇതുപോലെ അതുങ്ങളെ അഴിച്ചുവിട്ട് തന്നെ വളർത്തി അവരുടെ ഇഷ്ടമായിട്ട് അവർ ബാല്യകാലം അവരുടെ കൗമാരപ്രായം അവരുടെ ചെറുപ്പകാലം അവർ നന്നായിട്ട് ആസ്വദിച്ച് എൻജോയ് ചെയ്ത് തന്നെ വളർന്ന് അതോടൊപ്പം അവരുടെ പഠനവും നല്ല സ്ട്രോങ് ആയിട്ട് നടക്കുകയും ചെയ്യും. അതിനുള്ള സൗകര്യങ്ങൾ എല്ലാ പേരൻസും ഉണ്ടാക്കി കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം ഈ തലമുറ, ഈ പുതിയ ജനറേഷൻ എന്ന് പറയുന്ന കുട്ടികൾ വളരെ നമുക്ക് തന്നെ എല്ലാ രീതിയിലുള്ള തെറ്റായ മാർഗ്ഗങ്ങളിലോട്ട് ഈ കുട്ടികളെല്ലാം മാറുന്ന ഒരവസ്ഥയാണ് നമ്മളിപ്പം കാണുന്നത്. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ പൊതുവെ മദ്യവും മയക്കുമരുന്നിനും അടിമയായിട്ട് മാറുന്ന ഒരു പ്രവണത നമ്മുടെ കേരളത്തിലെ എല്ലാ കുട്ടികളിലും കാണുന്നുണ്ട്. അത് സ്കൂൾ ലെവൽ മുതൽ തന്നെ ഈ കഞ്ചാവും മദ്യത്തിൻ്റെ ഉപയോഗം നടക്കുന്നുണ്ട്. അതൊക്കെ പുതിയ തലമുറ, നമ്മുടെ ഇന്ത്യൻ തലമുറയെ നശിപ്പിക്കുന്നതിനും തകർത്ത് കളയുന്നതിനും വേണ്ട ഒരു സിസ്റ്റമാണ് ഈ കഞ്ചാവും മദ്യവും മയക്കുമരുന്നും എന്ന സംഗതി. അതിനൊക്കെ നമ്മൾ പേരൻസും നമ്മുടെ ഗവൺമെൻറ് സൈഡിൽ നിന്നും വളരെയധികം ശ്രദ്ധ ചെലുത്തി അതൊക്കെ നിർത്തലാക്കേണ്ടതുണ്ട്. പകരം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവരുടെ മാനസിക ഉല്ലാസത്തിനും ശാരീരിക ഉല്ലാസത്തിനും വേണ്ടി ഇതുപോലുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് അറേഞ്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരെ നല്ലൊരു സിറ്റിസണായിട്ട് നമുക്ക് ആ കുഞ്ഞുങ്ങളെ ഈ പുതിയ തലമുറയെ നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.